പുതിയൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ഭയമുള്ള ആളാണോ നിങ്ങൾ? ഒരു 5 കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ആ ഭയം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്പർ 1, ആ ആളോട് എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ചെറിയ സംഭാഷണങ്ങളിൽ കൂടെ തുടങ്ങുക. അത് പരിചയമുള്ള ആളാണെങ്കിലും പരിചയമില്ലാത്ത ആളാണെങ്കിലും ആളുകളോട് കുറേ സംസാരിക്കുക എന്നുള്ളതല്ല, എല്ലാം 100% പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, നാം പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ആയത്തിലുള്ള ശ്വാസം എടുക്കുക എന്നുള്ളതാണ്. ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നാം സംസാരം ആരംഭിക്കുക. നമുക്കൊന്നുകൂടെ കോൺഫിഡൻസ് കിട്ടാൻ അത് കാരണമാകും. 4, തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം ഒഴിവാക്കുക. നാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് 100% പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, നാം എന്താണോ അയാളോട് പറയാൻ പോകുന്നത് അത് കൃത്യമായി മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മളുടെ സംസാരത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അത് ഏത് ഭാഷയാവട്ടെ, ഏത് കൊളോക്കിയൽ ലാംഗ്വേജ് വരട്ടെ, ഒന്നും ഒരു പ്രോബ്ലം അല്ല. നാം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ആ ഒരു സംസാര രീതി പരിശീലിക്കുക എന്നുള്ളതാണ്. നാം ചെറുപ്രായത്തിൽ തീരെ സംസാരിക്കാത്ത ആളാണ്, സംസാരിക്കാൻ പേടിയുള്ള ആളാണ്, ഇതൊക്കെ പാസ്റ്റാണ്. ആറ്റ് ഫ്യൂച്ചർ നാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന കഴിവുള്ള ആളാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ തിങ്ക് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് എടുക്കുകയും ചെയ്യുക. ഭയം എവിടെയും നമ്മെ എത്തിക്കില്ല. എന്തിനെയാണോ നാം കൂടുതൽ ഭയപ്പെടുന്നത് അത് നാം കൂടുതൽ ചെയ്യുമ്പോഴാണ് ആ ഭയം മാറുക. താങ്ക് യു.